ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയാലോ? കുറച്ച് കുറച്ച് നമ്മൾ ചെറിയ ചെറിയ കുട്ടികളെ തൊട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ ABCD മുതൽ പഠിച്ചു തുടങ്ങാം. അത് നിങ്ങൾക്കറിയാന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് അവിടെ നിന്ന് തന്നെ പഠിക്കണം. ഓക്കെ, ABCDയും ആൽഫബറ്റിക് നിലയുടെ സ്പെല്ലിങ്ങും ക്യാപിറ്റലിന്റെ സ്പെല്ലിങ്ങും എല്ലാം നമുക്കൊന്ന് പഠിച്ചു തുടങ്ങിയാലോ? നിങ്ങൾ റെഡിയല്ലേ? ഞാൻ റെഡിയാട്ടോ. നമുക്കൊന്ന് നോക്കുക, എവിടം വരെ എത്തുന്നുള്ളത് അറിയാലോ. അപ്പൊ ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് എന്ത് പഠിക്കാം? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും. അത് നിങ്ങൾക്ക് അറിയില്ലേ? എന്നാലും ഒന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഇതാണ് ആദ്യത്തെ അക്ഷരം എ. വലിയ അക്ഷരത്തിലും ചെറിയ അക്ഷരത്തിലും എഴുതിയിട്ടുണ്ട്. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും, ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും രണ്ടിലുണ്ട്. അപ്പൊ എന്താ വയ്ക്കുക? എ. എ. അടുത്ത നോക്കാം നമുക്ക്. ഇതെന്താണെന്ന് നോക്കൂ. നിങ്ങൾക്കറിയാം അല്ലേ? എന്നാലും ഞാൻ പറഞ്ഞു തരാം. ബി. എന്താ പറയാ? ബി. ക്യാപിറ്റൽ ലെറ്റർ ആയാലും സ്മോൾ ലെറ്റർ ആയാലും ബി എന്ന് തന്നെ പറയാ കേട്ടോ. വെറും ഇങ്ങനെ കണ്ടിരുന്നാ മാത്രം പോരാ, നിങ്ങൾ വായിക്കണം, എന്റെ കൂടെ പറയണം. ബി. എന്താ പറയാ? ബി. കണ്ടോ എങ്ങനെ എഴുതുക എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടില്ലേ? എന്താണ് ബി? എന്റെ ഒപ്പം പറയണം കേട്ടോ. ബി. എങ്ങനെ എഴുതാന്ന് കണ്ടില്ലേ? ബി. ബി. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് എന്ത് നോക്കാം? ഇതാണ് സി. സ്മോൾ ലെറ്ററിലും ക്യാപിറ്റൽ ലെറ്ററിലും ഒരുപോലെ എഴുതൂട്ടോ. കണ്ടില്ലേ? സി. എന്താ പറയാ? സി. ഡി. എന്താ വായിക്കുക? ഡി. എന്റെ ഒപ്പം വായിച്ചേ. ഇ. എന്താ വായിക്കുക? ഇ. എഫ്. എന്താ വായിക്കുക? എഫ്. നിങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. എഫ്. ആരൊക്കെ വന്നിരിക്കണേ? ഇത് നമ്മുടെ സ്വന്തം ജി. എന്താ വായിക്കുക? ജി. വായിക്കട്ടോ, വായിക്കൂ. ജി. എച്ച് വന്നല്ലോ, നമ്മുടെ എച്ച് വന്നല്ലോ. എന്താ വായിക്കുക? എച്ച്. എച്ച് അല്ല, എച്ച് എന്നല്ല, എച്ച്. എച്ച്. ഓക്കെ, ഇതെന്താണെന്നറിയില്ലേ? ഐ. എന്താ പറയാ? ഐ. നിങ്ങൾ കൂട്ടുകാരെ കളിയാക്കലില്ലേ? ഐ എന്ന് പറഞ്ഞ് അങ്ങനെ ഐ. അടുത്തതാരാണെന്ന് വേഗം പറഞ്ഞേ. ആരെയാ വന്നിരിക്കണേ? നമ്മുടെ ജെ അല്ലേ? എന്താ വായിക്കുക? ജെ. അടുത്തതാരാ? വേഗം പറയ്. ഇതാണ് നമ്മുടെ കെ. എന്താ വായിക്കുക? കെ. ഇത് നമ്മുടെ സിയുടെ മാതിരി തന്നെ കേട്ടോ. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഒരുപോലെ തന്നെ എഴുതുക. കെ. ഇതാണ് നമ്മുടെ സ്വന്തം എൽ. എൽ അല്ല കേട്ടോ, എൽ. ഓക്കെ, അടുത്തതാരാ? വേഗം പറയട്ടോ. എം. എന്താ വായിക്കുക? എം. സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും എഴുതിയത് ശ്രദ്ധിക്കണം കേട്ടോ. എം. ഇതാ ഒരു പാവം എന്നെ വന്നിരിക്കുന്നു. എന്ത്? എൻ. അടുത്തതാരാ? ഓ. എടി എന്താടി ചോദിക്കുമ്പോ ഓ പറയലില്ലേ? അതാണിത്. എന്താ വയ്ക്കുക? ഓ.
ഓ. പി. നിങ്ങൾ വിസിലടിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കലില്ലേ? പീന്ന്. അതുപോലെ പി. എന്താ വയ്ക്കുക? പി. അതാ വരുന്നു. അതാരാ? ക്യൂ. ആരാ? ക്യൂ. അപ്പം പറയുന്ന കേട്ടോ. ക്യൂ. ഒന്നുകൂടെ പറഞ്ഞേ. ക്യൂ. ആർ. ആർ. എന്താ വയ്ക്കുക? ആർ. ഓക്കെ. ആരപ്പീ വന്നിരിക്കണത്? ഒന്ന് വായിച്ചാണ് അറിയുന്നവര്. ടി. ടി. യു. എന്താ വായിക്കുക? യു. അടുത്തതാരാ? വി. എന്താ വായിക്കുക? വി. വി. ഡബ്ല്യു. എന്താ വായിക്കുക? ഡബ്ല്യു. ഒപ്പം പറഞ്ഞേ. ഡബ്ല്യു. എക്സ്. എക്സ്. എന്താണ്? എക്സ്. വൈ. എന്താ വായിക്കുക? വൈ. എല്ലാരും ഒരുമിച്ച് പറഞ്ഞേ. വൈ. നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അവസാനത്തെ അക്ഷരം ഇസഡ്. എന്താ വായിക്കാം? ഇസഡ്. ഇസഡ്. നമ്മൾ ഇന്ന് ക്യാപിറ്റൽ ലെറ്ററും പിന്നെന്താ പഠിച്ചേ? സ്മോൾ ലെറ്ററും പഠിച്ചു. ഇനി നമുക്കിതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാലോ? അപ്പം വായിക്കണം കേട്ടോ. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, പി, ക്യു, ആർ, എസ്, ടി, യു, വി, ഡബ്ല്യു, എക്സ്, വൈ, ഇസഡ്. ഓക്കെ അല്ലേ? നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും അതുപോലെ തന്നെ 4 വേർഡ്സും പഠിച്ചിരിക്കണം. അപ്പം നമുക്കത് ഏതൊക്കെയെന്ന് നോക്കിയാലോ? ഒന്നാമത്തതാണ് ആൽഫബറ്റ്, അക്ഷരമാല. രണ്ടാമത്തതാണ് ക്യാപിറ്റൽ, വലുത്, വലിയ അക്ഷരം ഇതിന്റെ വലുത്. പിന്നെ സ്മോൾ, സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുത്. നാലാമതായിട്ട് ലെറ്റർ, ലെറ്റർ എന്ന് പറഞ്ഞാൽ എഴുതുക എന്നാട്ടോ. അപ്പം നമുക്ക് ഇവിടെ ആൽഫബറ്റ് അതിൻ്റെ സ്പെല്ലിംഗ് നോക്കിയാലോ? ALPHABET, ആൽഫബറ്റ്. അടുത്തത് ക്യാപിറ്റൽ, CAPITAL. അടുത്തതായിട്ട് സ്മോൾ, SMALL. നാലാമതായിട്ട് ലെറ്റർ, LETTER. ഇതൊരു 10 പ്രാവശ്യമൊക്കെ വായിക്കുക. എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? എല്ലാവരും ഒന്ന് കണ്ണടിച്ച് എന്നിട്ട് ഓരോന്ന് പറഞ്ഞു നോക്കുക. കണ്ണടച്ചിട്ടോ നമുക്കൊന്ന് ഒരുമിച്ച് വായിച്ചു നോക്കാം. ആദ്യ ആൽഫബറ്റ് ALPHABET. എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി ക്യാപിറ്റൽ CAPITAL. ഓക്കെ. ഇനി സ്മോൾ, SMALL. നാലാമതായിട്ട് ലെറ്റർ, LETTER. ഓക്കെ. അപ്പൊ നമുക്ക് 4
വേർഡ്സും പഠിച്ചിട്ട് പോകണം കേട്ടോ. എന്നിട്ട് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലും ABCD ഓരോന്നിൻ്റെ ഉച്ചാരണങ്ങൾ നമുക്ക് പഠിക്കണം. നമുക്ക് ഓരോന്നും പഠിച്ചിട്ട് പോകാം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.